നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ചേരുന്ന സർവകക്ഷി യോഗം നിർണായകമാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ച് ഇന്ത്യ വ്യക്തമായ സന്ദേശം നൽകിക്കഴിഞ്ഞു. സിന്ധു നദീജല കരാർ റദ്ദാക്കാനും വാഗ അട്ടാരി അതിർത്തി അടയ്ക്കാനും ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ ക്യാബിനറ്റ് യോഗത്തിലാണ് കടുത്ത തീരുമാനങ്ങൾ. വാഗ അട്ടാരി അതിർത്തി വഴി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ പൗരന്മാർ മെയ് 1 മടങ്ങുകയും വേണം. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല. പാക് ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉപദേശകരെ ഇന്ത്യ പുറത്താക്കി. ഇവർ ഒരാഴ്ചയ്ക്കകം രാജ്യം വിടണം. ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉപദേശകരെ പിൻവലിക്കും. വിസ ഇളവിലെത്തിയ പാക് പൗരന്മാർ 48 മണിക്കൂറിനകം രാജ്യം വിടണം. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഹൈക്കമ്മീഷനുകളിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം 55-ൽ നിന്ന് 30 കുറയ്ക്കും. തുടങ്ങിയ തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊണ്ടത്. സുരക്ഷാകാര്യ ക്യാബിനറ്റ് യോഗത്തിലെ വിശദമായ ചർച്ചകൾ രാഷ്ട്രീയ പാർട്ടികളെ സർക്കാർ അറിയിക്കും. അതിർത്തി കടന്നുള്ള തിരിച്ചടിയിലും യോഗത്തിൽ ധാരണയുണ്ടാകാൻ സാധ്യതയേറെയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്നാഥ് സിംഗും വിവിധ പാർട്ടി നേതാക്കളോട് സംസാരിക്കും. സർവകക്ഷി യോഗം വിളിക്കണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണ വിവരങ്ങളും ചർച്ച ചെയ്യും. ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യം വിലയിരുത്താൻ കോൺഗ്രസ് പ്രവർത്തക സമിതിയും ഇന്ന് യോഗം ചേരുന്നുണ്ട്. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണസംഖ്യ 26 ആയെന്ന് സ്ഥിരീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി അറിയിക്കുകയും ചെയ്തു. നിരവധി ലോകരാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചു. ആക്രമണത്തിന് പാകിസ്ഥാനിൽ നിന്ന് പിന്തുണ കിട്ടിയെന്നും വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിനെ നടപടികളിൽ പിന്തുണയ്ക്കും. 2.5 മണിക്കൂർ നീണ്ട യോഗത്തിലെ തീരുമാനങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസിയാണ് അറിയിച്ചത്. ആക്രമണത്തിൽ പാകിസ്ഥാൻ പങ്കുണ്ടെന്ന് മിസ്രി കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ തിരിച്ചടി അനിവാര്യമാണെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്നലെ രാവിലെ ഡൽഹിയിലെത്തിയ പ്രധാനമന്ത്രി രാവിലെ ഡൽഹി വിമാനത്താവളത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസിയും ചർച്ചയിൽ പങ്കെടുത്തു. ആക്രമണം നടത്തിയെന്ന് സംശയിക്കുന്ന 3 ഭീകരരുടെ രേഖാചിത്രം സുരക്ഷാ സേന പുറത്തുവിട്ടിരുന്നു. പാകിസ്ഥാൻകാരായ ആസിഫ് ഫൗജി, സുലൈമാൻ ഷാ, അബൂ തൽഹ എന്നിവരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത്. ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ സഹായത്തോടെയാണ് രേഖാചിത്രം തയ്യാറാക്കിയത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്നലെ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച 2 ഭീകരരെ സുരക്ഷാ സേന ഏറ്റുമുട്ടൽ വധിച്ചിരുന്നു. ബാരാമുള്ള ജില്ലയിലെ ഉറി നാലായിലായിരുന്നു ഭീകരരുടെ നുഴഞ്ഞുകയറ്റമുണ്ടായത്. ഭീകരരുടെ പക്കലുണ്ടായിരുന്ന വൻ ആയുധശേഖരം സുരക്ഷാ സേന കണ്ടെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരവാദികളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. നേരത്തെ സൈന്യം പുറത്തുവിട്ട രേഖാചിത്രങ്ങൾ 3 പേരെ തിരിച്ചറിഞ്ഞിരുന്നു. ഇതുവരെ 1500 പേരെ ചോദ്യം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. വെടിവയ്പ് നടത്തിയ ആസിഫ് ഫൗജി മുൻ പാക് സൈനികനാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ പ്രത്യാക്രമണം ഭയന്ന് വ്യോമസേനയെ അതീവ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. മുമ്പ് നരേന്ദ്രമോദി സർക്കാർ പാകിസ്ഥാനെതിരെ 2 വലിയ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിരുന്നു. 2016-ൽ പാക് അധീന കശ്മീരിലെയും 2019-ൽ ബാലാകോട്ടിലെയും തീവ്രവാദ ലോഞ്ച് പാഡുകൾക്കെതിരെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പകരം വീട്ടാൻ ഇന്ത്യ ഒരുങ്ങുന്നുവെന്ന സൂചനകൾ ലഭിച്ചതോടെയാണ് അതിർത്തി ഗ്രാമങ്ങൾ ഒഴിപ്പിക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ ജെറ്റ് വിമാനങ്ങൾ സജ്ജരാക്കി കഴിഞ്ഞു. സൈന്യവും ISIയും അതീവ ജാഗ്രതയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെല്ലാം പുരുഷന്മാരാണ്. നേപ്പാൾ UAE സ്വദേശികളും 2 പ്രദേശവാസികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള 5 പേരും ബംഗാൾ, കർണാടക, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 പേരും കൊല്ലപ്പെട്ടു. IB നേവി വ്യോമസേന ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽപ്പെടുന്നു. ഏതായാലും ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാൽ ഒരു ദിവസം പോലും താങ്ങാനുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല എന്ന കാര്യം പാകിസ്ഥാൻ മറന്നുപോയിരുന്നു. അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരിക പാകിസ്ഥാൻ തന്നെയാവും.